55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി ഉണർന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയുടെയായിരുന്നു കലോത്സവത്തിൻ്റെ തുടക്കം. 18 വേദികളിലായി 232 ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. കോഴിക്കോട് കലയുടെ കാൽച്ചിലമ്പുണർന്നു. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയിച്ചുകൊണ്ട് വർണ്ണങ്ങൾ വാരിവിതറിയ ഘോഷയാത്ര കടപ്പുറത്തുനിന്ന് ആരംഭിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന ഘോഷയാത്ര പ്രയാണമാരംഭിച്ച് 2 മണിക്കൂർ പിന്നിട്ട് പ്രധാന വേദിയായ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലെത്തി. സർഗസൗന്ദര്യത്തിന്റെ വിളംബരമായി മാറിയ ഘോഷയാത്രയിൽ നിറഞ്ഞാടിയ നർത്തകിമാരും കായികാഭ്യാസങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടെ മതിവരാ കാഴ്ചകൾ നെഞ്ചേറ്റുന്ന കലാപൂരത്തിന്റെ സമസ്ത സൗന്ദര്യവും നിറഞ്ഞു നിന്നു. 10,000-ൽ പരം പ്രതിഭകളുടെ സർഗശേഷി അനാവരണം ചെയ്യുന്ന 7 ദിവസത്തെ കലാമാമാങ്കം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ MK മുനീർ, KC ജോസഫ്, മേയർ AK പ്രേമജം, MP-മാർ, MLA-മാർ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. കടൽ കടന്നെത്തിയവരുടെ നാടാണ് കോഴിക്കോട്. കര കാണ കടലമേലെ കലയുടെ മോഹപ്പൂക്കൾ വിരിക്കാൻ കലാകാരന്മാർ തയ്യാറായി കഴിഞ്ഞു. കലയുടെ കടൽ കരയെടുക്കുന്ന 7 ദിനരാത്രങ്ങൾക്ക് സമയമായി. കോഴിക്കോട് നിന്നും RK ജയപ്രകാശ്. കലയുടെ വർണ്ണക്കുട നിവരുമ്പോൾ ചർച്ചയിലേക്ക് പോകുന്നു. ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ നാദവിസ്മയം ഡോക്ടർ KJ യേശുദാസ്, എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ, മുൻ DPI ശ്രീ PA മുഹമ്മദ് ഹനീഷ്, കവിയും കലാവിമർശകനുമായ ശ്രീ സിവിക് ചന്ദ്രൻ, ടെലിവിഷൻ അവതാരകയും ഇപ്പോൾ ചലച്ചിത്ര നടിയുമായ ശ്രീമതി പാർവതി, മുൻ കലാതിലകവും ഇപ്പോൾ ചലച്ചിത്ര പിന്നണി ഗായികയുമായ ഡോക്ടർ ഭവ്യലക്ഷ്മി, നർത്തകി നീന പ്രസാദ്, അധ്യാപികയും സംഗീത ഗായികയുമായ ശ്രീമതി അരുന്ധതി, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ PK അബ്ദുൾ റബ്ബിനെയും ടെലഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ ജോർജ് ഓണക്കൂർ, താങ്കൾ കഴിഞ്ഞ 5 വർഷമായി സ്കൂൾ കലോത്സവത്തിൻ്റെ അപ്പീൽ ട്രിബ്യൂണൽ അംഗമാണ്. ആ നിലയിൽ ചോദിക്കട്ടെ, സ്കൂൾ കലോത്സവത്തിൻ്റെ മത്സര സ്വഭാവം കലയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമോ? തീർച്ചയായിട്ടും കലയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ അപ്പീൽ കമ്മിറ്റി അംഗം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കാനിടയായ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഒരു വലിയ ദൗർഭാഗ്യം വാസ്തവത്തിൽ ഈ കലാമത്സരങ്ങളെ പിടികൂടിയിരിക്കുന്നു, കലോത്സവത്തെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി മാത്രമേ പറയാൻ എനിക്ക് കഴിയുകയുള്ളൂ. അത് ഈ അപ്പീലുകളുടെ പ്രളയമാണ്. യഥാർത്ഥത്തിൽ ഒരു ജില്ലയിൽ നിന്ന് ഒരു ടീം മാത്രം പങ്കെടുക്കേണ്ട കലോത്സവത്തിൽ അപ്പീലുകളുടെ ഒരു സഹായം തേടിക്കൊണ്ട്, അത് കോടതിയിൽ നിന്നായാലും അല്ലെങ്കിൽ അധികൃതരിൽ നിന്നായാലും അപ്പീൽ വഴി വന്നെത്തുന്ന ഏതാണ്ട് ഇതിനെ ഇരട്ടി മത്സരാർത്ഥികൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്നു. സമയബന്ധിതമായി മത്സരങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല. രാത്രിയുടെ ഇരുട്ടിൽ അല്ലെങ്കിൽ ആ ഇരുട്ടിൽ ചൊരിയുന്ന വൈദ്യുതി പ്രവാഹത്തിൽ നടക്കേണ്ട മത്സരങ്ങൾ പലതും പകൽ വെളിച്ചത്തിലേക്ക് മാറി ഒരു 10 മണി 11 മണിയായി പകൽ വരെ നീണ്ടുപോകുന്ന മത്സരങ്ങളുടെ ഒരു അവസ്ഥ എത്തുമ്പോഴേക്ക് ശരിയായ ഒരു പ്രകടനത്തിനുള്ള അവസരം നമ്മുടെ കലാകാരന്മാർക്കും കലാകാരികൾക്കും നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇടപെടുകയാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ. താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അപ്പീലുകളുടെ പ്രളയം, അപ്പീലുകൾ ഉണ്ടാകുക സ്വാഭാവികമായിട്ടും ആ കലയുടെ അല്ലെങ്കിൽ പ്രകടനത്തിന് വിധികർത്താക്കളിൽ നിന്ന് ശരിയായ രീതിയിലുള്ള നീതി ലഭിച്ചില്ല എന്ന പങ്കാളികളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ ഒരു ബോധ്യത്തിൽ നിന്നാകാം. ഒരുപക്ഷെ അതിനൊക്കെ പ്രേരണയാകുന്നത് ഈ കലോത്സവത്തിലെ പണക്കൊഴുപ്പാകാം. പണക്കൊഴുപ്പിൽ നിന്ന് മോചനം നേടുവാൻ ഇപ്പോഴത്തെ കലോത്സവത്തിന് സാധിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും സന്തോഷ് പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പക്ഷേ ഈ ജഡ്ജസിനെ ആശ്രയിച്ച് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം പോയ വർഷങ്ങളിലെ അനുഭവം ഒരുപക്ഷെ ആ രീതിയിൽ ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ പ്രേരണയായി തീർന്നിട്ടുണ്ടാവും എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ
വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ഏറ്റവും നല്ല വിധികർത്താക്കളെ തന്നെ കണ്ടെത്താനുള്ള വലിയ പരിശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം കേരളത്തിനകത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ കിട്ടാവുന്ന ഏറ്റവും യോഗ്യരായ ആളുകളെ തന്നെയാണ് വിധികർത്താക്കളായി എത്തിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും ഒട്ടേറെ പണം മുടക്കുന്ന, ഒട്ടേറെ പ്രയത്നം ആവശ്യപ്പെടുന്ന നൃത്ത സംഗീത ഇനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, കടുത്ത മത്സരമുണ്ട്. മാത്രമല്ല അവിടെ നടക്കുന്ന വിധി നിർണയങ്ങളിൽ വിശ്വാസ്യത ബോധ്യപ്പെടുത്താൻ പലപ്പോഴും കഴിയാതെ വരുമ്പോഴേക്ക് മത്സരാർത്ഥികളിൽ ആശങ്ക വളരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടൊരു സന്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സംശയങ്ങളുടെ നിഴലിൽ പലപ്പോഴും വിധിയെഴുത്തുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ഡോക്ടർ ഓണക്കൂർ താങ്കൾ സൂചിപ്പിച്ചത്. ശ്രീ മുഹമ്മദ് ഹനീഷ് മുൻ DPA ആണ്. കഴിഞ്ഞ കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അതിന് ചുക്കാൻ പിടിച്ച ആളാണ്. ശ്രീ മുഹമ്മദ് ഹനീഷ്, ഡോക്ടർ ജോർജ് ഓണക്കൂർ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു ആശങ്കയുടെ നിഴലിലാണ് എപ്പോഴും കലോത്സവങ്ങൾ നടക്കുക എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ താങ്കൾ ചുക്കാൻ പിടിച്ച കാലത്ത്? അല്ല, ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. സബ് ജില്ലാ തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിൽ നാം അനുവർത്തിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഉയർന്ന നിഷ്കർഷയും മറ്റും പൂർണ്ണമായിട്ടും അവലംബിക്കുന്ന കാര്യത്തിൽ സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഉളവാവുകയും അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോഴെങ്കിലും ജഡ്ജസിൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്നു വന്ന് സമ്മാനം ലഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രേഡ് ലഭിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലേക്ക് വരേണ്ട ചില ഇനങ്ങളിലെ ചില പ്രകടനങ്ങളെങ്കിലും തടയപ്പെടുന്നു. അങ്ങനെ തടയപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അപ്പീലും അതോടൊപ്പം തന്നെ കോടതികളുടെ ഇടപെടലും എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇത്രത്തോളം അപ്പീലുകൾ എത്തിച്ചേരുന്നത്. ഒടുവിൽ സംസ്ഥാന തലത്തിൽ കഴിയുന്നത്ര കറക്ഷൻസ് തിരുത്തുകൾ വരുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റിയുടെ പ്രവർത്തനം തികച്ചും ശ്ലാഘനീയമായിരുന്നു എന്നും വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ എത്തുമ്പോഴേക്കും പല ഇനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ മത്സര ഫലപ്രഖ്യാപനം വരുന്നത് വരെയുള്ള ഒരു സംഘർഷവും ആശങ്കയും എല്ലാം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിലും മാതാപിതാക്കളുടെ കാര്യത്തിലും ഗുരുനാഥന്മാരുടെ കാര്യത്തിലും എല്ലാം തന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഉളവാകുന്നതായി കാണുന്നു. പക്ഷേ കലയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് ഒരു ആപേക്ഷികമായ ഒരു കാര്യമാണ്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷേ ഇതിനെ ഒരു പണക്കൊഴുപ്പിൻ്റെ മേളയായി പലപ്പോഴും വിമർശിച്ചിരുത്തുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാം. അങ്ങനെ പണക്കൊഴുപ്പിൻ്റെ മേളയായി കലോത്സവങ്ങൾ മാറാറുണ്ട് എന്നുള്ള വിമർശനത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? വാസ്തവത്തിൽ നമുക്കെല്ലാം കൂടെ 250ഓളം ഇനങ്ങളുണ്ട്. ഈ 250ഓളം ഇനങ്ങളിൽ പണക്കൊഴുപ്പ് എന്ന് പറയുന്ന ഇനങ്ങൾ എല്ലാം കൂടി കൂട്ടി അതിലൊരു 30ഓ 25ഓ ഇനങ്ങളാണ്. ബാക്കിയുള്ള 220ഓളം ഇനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ വ്യക്തമായ തരത്തിൽ ഒരു വലിയൊരളവോളം പ്രതിഭയുടെ വിളയാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സ്വന്തമായിട്ടുള്ള പ്രതിഭ കൃത്യമായിട്ട് ആ പ്രതിഭ ഊട്ടി വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നതാണ്. അതൊന്നും തന്നെ ഒരു തരത്തിൽ ഈ പണക്കൊഴുപ്പ് കൊണ്ടാവുന്നതല്ല. അതുകൊണ്ട് പണക്കൊഴുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാംസ്കാരികമായി പറഞ്ഞാൽ ഏറ്റവും ഉന്നതിയിൽ കേരളത്തെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള കലാപ്രകടനങ്ങൾ തീർച്ചയായും ഞാൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ കവിയും സാംസ്കാരിക പ്രവർത്തകരുമായ ശ്രീ സിവിക് ചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ സിവിക് ചന്ദ്രൻ, താങ്കൾക്ക് കേൾക്കാമെന്ന വിശ്വാസത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കം അത് ഒരു പണക്കൊഴുപ്പിൻ്റെ മേളയായി മാറുന്നുണ്ട് എന്നുള്ള വിമർശനം പല കാലഘട്ടങ്ങളിലായി നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോഴും ആ സ്ഥിതിക്ക് മാറ്റമില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നിശ്ചയമായും ഞാനിപ്പോൾ ഉള്ളത് ഈ കലോത്സവത്തിലെ സ്റ്റാർ ഐറ്റമായ ഭരതനാട്യ മത്സരം നടക്കുന്ന വേദിക്ക് തൊട്ട് മുന്നിലുള്ള കൈരളിയുടെ സ്റ്റുഡിയോയിലാണ്. എല്ലാ വർഷത്തിലും എന്ന പോലെ തന്നെ നിശ്ചയമായും ഏറ്റവും ചുരുങ്ങിയത് ഇത്തരം ഒരു മത്സരത്തിൽ സംസ്ഥാനത്തെത്താനായിട്ട് 5 ലക്ഷം രൂപയെങ്കിലും ഓരോ മത്സരാർത്ഥിയും മുടക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സമ്മാനം കിട്ടാനായി ഈ സംസ്ഥാനത്തൊട്ടാകെ നടന്ന് ഇവരെ പഠിപ്പിക്കുന്ന പ്രൊഫഷണലുകളും ജൂറിമാരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായി എത്രയോ തുക പിന്നെയും വേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാർ ഐറ്റംസിലെങ്കിലും നിശ്ചയമായും ലക്ഷങ്ങളാണ് പൊടിക്കുന്നത് പൊലിയുന്നത് എന്നത് വാസ്തവമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ അർഹരായ ആൾക്കാർക്ക് കിട്ടാതെ പോകുന്നു എന്നതല്ല, അല്ലെങ്കിൽ അർഹരല്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്നു എന്നതല്ല. യഥാർത്ഥത്തിൽ വളരെ വളരെ ടൈറ്റ് ആയിട്ട് ഒപ്പത്തോടൊപ്പം നിൽക്കുന്ന കുറേ മിടുക്കന്മാരിൽ നിന്ന് ചിലർക്ക് നറുക്ക് വീഴുന്നു എന്നതാണ് യഥാർത്ഥ കാര്യം. പക്ഷെ എങ്ങനെ നറുക്ക് വീഴുന്ന ഒരു സ്വഭാവം ഈ കലോത്സവത്തിന്റെ മാറ്റ് കൂട്ടുന്നു അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നിശ്ചയമായും ഓരോ വർഷം ചെല്ലും തോറും ഇത് ഇപ്പം അപ്പീലിൻ്റെ തന്നെ കാര്യം നോക്കൂ. ഈ വർഷവും ഏതാണ്ട് 2 3 അപ്പീലാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ അപ്പീൽ വഴിക്കും കോടതി വഴിക്കും മറ്റേതെങ്കിലും വഴിക്കും വരുന്നത്. നാടകത്തിൻ്റെ കാര്യം എനിക്ക് കൃത്യം അറിയാം. കോഴിക്കോട് നിന്ന് ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്, പക്ഷേ 3 നാടകമാണ് വരുന്നത്. മറ്റെല്ലാ രംഗങ്ങളിലും ഇതേപോലെ തന്നെ യഥാർത്ഥത്തിൽ വരുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് വരുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നത്? പ്രധാനമായും ജൂറിമാരിലുള്ള വിശ്വാസമില്ലായ്മ. ജൂറിമാർ സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ടെലിവിഷൻ അവതാരകയും ചലച്ചിത്ര നടിയുമായ ശ്രീമതി പാർവതി നമ്മൾക്കൊപ്പമുണ്ട്. പാർവതി, സിവിക് ചന്ദ്രൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ചിലർക്ക് നറുക്ക് വീഴുകയാണ്. അങ്ങനെയൊരു സാഹചര്യം എത്രമാത്രം ആരോഗ്യകരമാണ് ഇത്തരമൊരു മേളയിൽ? ഇതൊരു വളരെ ഗൗരവമായ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ നറുക്ക് വീഴുക മാത്രമാണ്. അപ്പോൾ ഇതുവരെ ഇത്രയും കാലം ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളവരൊന്നും തന്നെ അർഹരായിട്ടുള്ളവരല്ലേ? എത്രയോ പ്രതിഭകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിലൂടെ പൊങ്ങി വന്നിട്ടുള്ളവരാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര്. അപ്പോൾ അവരെ ഒന്നും അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരൊക്കെ നറുക്ക് വീണവരാണെന്ന് പറയാൻ ഞാൻ ആളല്ല. ഇതിനകത്ത് സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലെയും മത്സരങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഈ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പറയുന്നത് നമ്മുടെ കുട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു, നമ്മൾ അപ്പീലിന് പോകണം എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർ ഇല്ലാത്ത കാശുണ്ടാക്കിയും ഈ പറയുന്ന ലക്ഷ്യങ്ങൾ ചിലവാക്കുന്നതും കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ കുട്ടിക്ക് കിട്ടേണ്ടതാണ്, അയ്യോ അതിന് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് അവന് കിട്ടാതാകരുത്, അല്ലെ അവൾക്ക് കിട്ടാതാവരുത് എന്ന് പറഞ്ഞിട്ട് അപ്പീലിന് പോകും. പക്ഷേ ശ്രീമതി പാർവതി, സിവിക് ചന്ദ്രന്റെ വിമർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഈ കലോത്സവം അതിന്റെ തനിമയിലല്ല നടക്കുന്നത്. പകരം അതിനുള്ളിൽ ഒരു പിടിവലിയുടെ ഘടകം കടന്നു വരുന്നു, ഒപ്പം തന്നെ ഒരു ഭാഗ്യത്തിന്റെ ഘടകം കടന്നു വരുന്നു. കലോത്സവം അതിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴുതിപ്പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സിവിക് ചന്ദ്രന്റെ വിമർശനത്തിന്റെ കാതൽ. ഇന്നലെ തുടങ്ങിയതല്ല ഈ വിമർശനം. കഴിഞ്ഞ വർഷം പാലക്കാട് വെച്ച് നടന്നപ്പോഴത്തേക്ക് ഒരു കമ്മിറ്റി വിളിക്കുകയും ഇതിനെങ്ങനെയാണ് ഇത് മെച്ചപ്പെടുത്തേണ്ടതെന്നും ഈ സബ് ജില്ലാ തലത്തിലെയും ജില്ലാതലത്തിലെയും ജഡ്ജസ് ഒരു കൃത്യം പാറ്റേണിൽ ഒരു സ്ഥിരമായിട്ടൊരു ഗ്രൂപ്പിനെയാണ് കൊണ്ടിരുത്തുന്നത്. അവിടെ തുടങ്ങുന്നു പ്രശ്നങ്ങൾ. എല്ലാ പ്രാവശ്യവും ഒരേ തരം ആൾക്കാർ വരുമ്പോൾ അതിന് പിന്നെ അത് പഠിപ്പിക്കുന്ന അധ്യാപകർ തമ്മിലുള്ള വഴക്ക്. 1993 കലാതിലകമായ ഡോക്ടർ ഭവ്യലക്ഷ്മി ഇപ്പോൾ ഡോക്ടറേറ്റ് നേടിയതാണ്. അതായത് സംഗീത ഇനങ്ങളിൽ മാത്രം മത്സരിച്ച് അന്ന് കലാതിലകമായ, പിന്നീട് സംഗീതത്തിൽ PhD നേടിയ ഡോക്ടർ ഭവ്യലക്ഷ്മി, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞങ്ങളുടെ ഈ സംഭാഷണം. അതായത് ഈ കലോത്സവത്തിൻ്റെ തനിമ ഉൾക്കൊള്ളാത്ത ഒരു സാഹചര്യം കലോത്സവത്തിൽ നിലനിൽക്കുന്നു. പലപ്പോഴും വിജയികൾക്ക് നറുക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട്. സിവിക് ചന്ദ്രൻ്റെ വിമർശനം അതിനെക്കുറിച്ച് എന്താണ്? ഒരു 93 കലാതിലകം എന്ന നിലയിൽ, സംഗീതത്തിൽ ഗവേഷണം നടത്തിയ ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? ലക്ഷ്മി, ഞാൻ 93 33ാമത് യുവജനോത്സവത്തിൽ 33 പോയിന്റോട് കൂടിയാണ് അന്ന് കലാതിലകം ലഭിച്ചത്. അന്ന് സംഗീതം, വയലിൻ, മൃദംഗം, കഥകളി സംഗീതം 4 ഐറ്റത്തിലാണ് ഞാൻ പങ്കെടുത്തത്. ഇന്നത്തെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കലാതിലക പട്ടം, കലാപ്രതിഭ. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു മത്സരമായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ഏത് ഡാൻസ് ഐറ്റത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ കലാതിലകം, കലാപ്രതിഭ പട്ടം ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു കുത്തക ആ സമയത്ത് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ എനിക്ക് കലാതിലകം ലഭിച്ചത് തികച്ചും യാദൃച്ഛികമായൊരു സംഭവമായിരുന്നു. ഒരിക്കലും ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ ഒരു ഫസ്റ്റ് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. അത് കലാതിലകമായി നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. ശാസ്ത്രീയ സംഗീതത്തിൽ സെക്കൻഡ് പ്രൈസ് ആവുകയും 1/2 മാർക്കിന് സെക്കൻഡ് പ്രൈസ് ആവുകയും വയലിനിലും മൃദംഗത്തിലും ഫസ്റ്റ് കിട്ടുകയും കഥകളി സംഗീതത്തിൽ A ഗ്രേഡും 4ാം സ്ഥാനമാണ് കിട്ടിയത്. അങ്ങനെയാണ് കലാതിലകമായി ലാസ്റ്റ് മിനിറ്റിലൊക്കെ അവർ പറയുന്നത് വരെ നമ്മളത്
പോലും പ്രതീക്ഷിക്കുന്നില്ല കലാതിലകം എന്നുള്ളൊരു പട്ടം. പിന്നെ അന്നത്തെ കാലത്ത് മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഒരു റിസർവേഷന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി കലാതിലകം പട്ടങ്ങളെ തെരഞ്ഞെടുത്തു. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ടെലിഫോൺ ബന്ധത്തിൽ എന്തോ ചെറിയ തകരാറ് ഉണ്ട്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഈ നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉയർന്നു വന്നത് പലപ്പോഴും ഈ വിജയികളായി വരുന്നവർക്ക് ഒരു നറുക്ക് വീഴുന്നു എന്ന സിവിക് ചന്ദ്രൻ്റെ വിമർശനം. അപ്പീൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അപ്പീൽ ട്രൈബ്യൂണലിൽ അംഗമായിരുന്ന എഴുത്തുകാരനായ താങ്കൾക്ക് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ അവസാന വട്ടത്തിലേക്ക് എത്തുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ പൊതുവെ എടുത്തുകൊണ്ട് ഞാൻ പറയാം, അവർ ഒന്നിനൊന്നിന് സമർത്ഥരാണ്. അവരുടെ സാമർത്ഥ്യത്തെ ഒന്നും നമുക്ക് ഇകഴ്ത്തി പറയാൻ സാധിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കേവലം നറുക്ക് വീഴുന്നു എന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല, ഒരിക്കലും യോജിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല. പക്ഷെ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മൾ നിർണ്ണയിക്കുമ്പോൾ ഒട്ടേറെ മത്സരങ്ങളിൽ നമ്മളൊക്കെ ജഡ്ജസായിട്ട് പോയിട്ടുണ്ട്. എല്ലാവരും ഏറെക്കുറെ ഒരേ തരത്തിൽ മത്സരിച്ച് മുൻപോട്ട് വരുന്ന. സർ, ഞാനൊന്ന് ഇടപെടുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തനിമയിലല്ല ഈ മത്സരങ്ങൾ നടക്കുന്നത്, സംഘാടന നടക്കുന്നത്. എന്താണോ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം, അതിൻ്റെ തനിമയിലല്ല ഇത് നടക്കുന്നത് എന്ന വിമർശനമാണ് പ്രധാനം. അല്ല, എനിക്കതിനോട് യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചെന്നാൽ വളരെയേറെ ബുദ്ധിമുട്ടി ക്ലേശങ്ങൾ സഹിച്ച് വലിയ സംഘാടക മികവോടുകൂടി തന്നെയാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഏത് സന്ദർഭങ്ങളിലും സ്വാഭാവികമായി സംഭവിക്കാവുന്ന ചില പിഴവുകളോ അപാകതകളോ ഉണ്ടാവാം. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്, 1, 2, 3 നിർണ്ണയിക്കുക എന്ന് പറയുന്നു. അത് ഈ വിധികർത്താക്കളുടെ അഭിരുചിയെ, അല്ലെങ്കിൽ പ്രത്യേകമായി അവരുടെ സ്കൂളിനെ, അവരുടെ താല്പര്യം സ്വാഭാവികമായും വിധി നിർണ്ണയത്തെ സ്വാധീനിക്കുക എന്നുള്ളത് സംഭവ്യമാണ്. ഇപ്പോൾ നമ്മളൊരു പുസ്തകത്തെ 1, 2, 3 എന്ന് അടയാളപ്പെടുത്തുമ്പോൾ ജഡ്ജസിന് അതിനകത്ത് അവരുടെ താല്പര്യങ്ങൾക്ക്, അഭിരുചികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ പറഞ്ഞത് സ്വാർത്ഥമായ താല്പര്യങ്ങൾ എന്നല്ല പറയുക, നമ്മുടെ സമീപനത്തിൻ്റെ, കലാ അഭിരുചികളുടെ ചില സവിശേഷതകൾ കൊണ്ട് പലപ്പോഴും വിധി നിർണ്ണയത്തിൽ തീർച്ചയായും. പക്ഷേ ആ വിധികർത്താക്കളുടെ ആ വിധി നിർണ്ണയത്തിൽ തൃപ്തിപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അപ്പീലുകളുമായി മുമ്പോട്ട് പോകുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് കുട്ടികളുടെ ആവശ്യത്തേക്കാൾ കൂടുതൽ, താല്പര്യത്തേക്കാൾ കൂടുതൽ രക്ഷാകർത്താക്കളുടെയും, ഇപ്പോൾ നൃത്തം തുടങ്ങിയ ഇനങ്ങളിലാണ് എങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്ന നൃത്ത അധ്യാപകരുടെയും ഒരു പ്രസ്റ്റീജിൻ്റെ കാര്യമായിട്ട് വരുമ്പോഴുണ്ടാകുന്ന ചില അതിക്രമ പ്രവണതകൾ മത്സരങ്ങൾ പലപ്പോഴും ആരോഗ്യകരമായ തലത്തിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നത് കൊണ്ടാണ് ഈ കലാതിലകം, കലാപ്രതിഭ എന്നുള്ള പട്ടങ്ങളൊക്കെ ഒഴിവാക്കിയത്. പിന്നീട് അത് ഗ്രേഡ് നൽകുന്ന ഒരു സമ്പ്രദായമാക്കി മാറ്റുകയും ചെയ്തു. ഡോക്ടർ ജോർജ് ഓണക്കൂർ, താങ്കൾ കൂടി ശുപാർശ ചെയ്തിട്ടാണ് അത്തരമൊരു മാറ്റം വരുത്തിയത്. പക്ഷേ അത്തരമൊരു മാറ്റം വരുത്തിയത് കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞു എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ? പൂർണ്ണമായും എത്തിച്ചേർന്നു എന്ന് പറയുകയല്ല, പക്ഷേ ഒരു ഒട്ടേറെ മാധ്യമ ശ്രദ്ധ 2 കലാകാരന്മാരിൽ, ഒരു കലാപ്രതിഭയിലും കലാതിലകത്തിലും മാത്രം കേന്ദ്രീകരിക്കുകയും, സന്തോഷ് മുമ്പേ ചോദിച്ചതുപോലെ തുല്യ ശക്തികളാണ്, അല്ലെങ്കിൽ തുല്യ പ്രതിഭയുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. ഒരു മാർക്കിനോ അല്ലെങ്കിൽ ഒരു പോയിന്റിനോ താഴേക്ക് സെക്കൻഡായി തീരേണ്ടി വരുന്ന, അല്ലെങ്കിൽ തേർഡായി തീരേണ്ടി വരുന്ന ഒരു കുട്ടി പൂർണ്ണമായും ഈ ചിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് നമ്മുടെ കലാകാരന്മാർ. പക്ഷേ ഈ കലാപ്രതിഭ, കലാതിലകം പട്ടങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ ഇപ്പോഴുമുണ്ട്. ആ അഭിപ്രായത്തോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. മുഹമ്മദ് ഹനീഷ്, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കലാപ്രതിഭം, കലാതിലകം എന്നുള്ള സ്ഥാനപ്പേരുകൾ, പട്ടങ്ങൾ എടുത്ത് കളഞ്ഞതുകൊണ്ട് ഈ മത്സരത്തിന്റെ ആരോഗ്യകരമായ സ്ഥിതി തിരികെ വന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്ന് പൂർണ്ണമായും ശരിയല്ല. കാരണം കലാതിലകം, കലാപ്രതിഭ എന്നീ പട്ടങ്ങൾ എടുത്ത് മാറ്റിയപ്പോൾ അത്തരത്തിൽ വിവിധ ഇനങ്ങളിൽ എങ്ങനെയെങ്കിലും മത്സരിച്ചുകൊണ്ട് കുറേ പോയിന്റുകൾ നേടിക്കൊണ്ട് ഒരു രാജാവ് രാജ്ഞി എന്ന തലത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ മാറിക്കൊണ്ട് നിരവധിയായിട്ടുള്ള ഇനങ്ങളിൽ മറ്റു പലരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന പ്രാക്തന കലാരൂപങ്ങൾ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ, അത്തരത്തിൽ ഉള്ള വലിയ പകിട്ടില്ലാത്ത ഇനങ്ങളിൽ 1ാം സമ്മാനം നേടുന്നവരും അങ്ങനെ പോയിന്റുകൾ കരസ്ഥമാക്കുന്നവരെയും എല്ലാം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളും മറ്റും ഉയർന്നു വന്നു. പക്ഷേ ഇവിടെ നമ്മോടൊപ്പം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ഭവ്യലക്ഷ്മിയെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സംഗീത ഇനങ്ങളിൽ മാത്രം മത്സരിച്ചാണ് അവർ കലാതിലകമായി മാറിയത്. അങ്ങനെ കലാതിലകമാകുകയും ഇന്നിപ്പോൾ
93-ലെ കലാതിലകമാണ് ഭവ്യലക്ഷ്മി എന്ന് നമുക്ക് സംബോധന ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അല്ല, ഒരു കാര്യമുണ്ട്, നമ്മളങ്ങനെ കലാതിലകം കലാപ്രതിഭ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഒരു ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പറയുന്നതിന് സൗകര്യമുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 10 or 20 പേർ അത്തരത്തിലുള്ള ജേതാക്കളാണെന്ന് 10 വർഷത്തിന് ശേഷം 15 വർഷത്തിന് ശേഷം പറയുക എന്ന് മാത്രമല്ല, അത്തരത്തിൽ അവരവരുടെ കലോപാസനകളെ പരിപോഷിപ്പിക്കുവാനും പറ്റുമെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ അവരിൽ കുറച്ചു പേരെങ്കിലും വലിയ തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രോത്സാഹനം ഇന്ന് നൽകാൻ സാധിക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. കോഴിക്കോട് സ്റ്റുഡിയോയിൽ സിവിക് ചന്ദ്രൻ, ശ്രീ സിവിക് ചന്ദ്രൻ, ഈ കലാപ്രതിഭ, കലാതിലകം എന്നുള്ള പട്ടങ്ങളൊക്കെ എടുത്തു കളഞ്ഞതുകൊണ്ട് ഈ മത്സരത്തിൻ്റെ സ്വഭാവം ആരോഗ്യകരമായി മാറിയെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, കാരണം വളരെ വളരെ ഉപരിപ്ലവമായ മേലെയുള്ള ഒരു മാറ്റം മാത്രമാണ് അതിലൂടെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ കലാപ്രതിഭയ്ക്ക് വേണ്ടിയുള്ള മത്സരം ഇല്ലാതായി എന്നത് ശരിയാണ്. പക്ഷേ അതേ അവസരത്തിൽ സ്റ്റാർ ഐറ്റംസിലെ മത്സരം അത് വളരെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധാരാളം ഐറ്റംസ് ഉണ്ടല്ലോ. ഈ ഐറ്റംസിൽ നമുക്ക് അംഗീകരിക്കാവുന്നൊരു കാര്യം, ഞാൻ ഈ കലോത്സവത്തെ പിന്താങ്ങുന്ന ഒറ്റ കാരണത്താലാണ്. യഥാർത്ഥത്തിൽ അന്യം വന്നു പോകുമായിരുന്ന, ഒരു വംശനാശം സംഭവിക്കുമായിരുന്ന ഏതാനും കലാരൂപങ്ങൾ, ചാക്യാർകൂത്തോ മാർഗംകളിയോ കഥാപ്രസംഗമോ തുടങ്ങിയിട്ടുള്ള ഏതാനും കലാരൂപങ്ങൾ നിലനിൽക്കുന്നത് യൂത്ത് ഫെസ്റ്റിവൽ കൊണ്ട് മാത്രമാണ്. മറ്റ് ഐറ്റംസ് നോക്കൂ, മറ്റ് ഐറ്റംസിൽ പലതും മീഡിയയുടെ ശ്രദ്ധ വരുന്നില്ല. അതിന് ഏറ്റവും മോശമായ ഹാളുകളിലാണ് സംഭവം നടക്കുന്നത്. ഇപ്പോൾ നാടകത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ പ്രധാനമാണ്. അത് രാത്രി നടക്കേണ്ട ഒരു കലാരൂപമാണ് നാടകം. പക്ഷേ നാളെയും 18-ാം തീയതിയുമായി നടക്കുന്ന നാടകം, ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിൻ്റെയും നാടകം പകലാണ് നടക്കുന്നത്, പൂർണ്ണമായിട്ടും പകലാണ് നടക്കുന്നത്. കോഴിക്കോട് കിട്ടാവുന്ന ഏറ്റവും മോശം വേദിയിലാണ് നാടകം നടക്കുന്നത്. അങ്ങനെ സംഘടനത്തിന്റെ പിഴവുകളിലേക്കാണ് താങ്കൾ ചൂണ്ടുന്നത്. വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഡോക്ടർ ഭവ്യലക്ഷ്മി, ഇപ്പോൾ കലാതിലകം, കലാപ്രതിഭ എന്ന പട്ടങ്ങളൊന്നുമില്ല. താങ്കളാകട്ടെ 93-ലെ ഒരു കലാതിലകവുമാണ്. ഇങ്ങനെ പട്ടങ്ങളില്ലാതായ ഒരു കാലഘട്ടത്തിലെ കലോത്സവത്തെ താങ്കൾ എങ്ങനെയാണ് ഇന്ന് കാണുന്നത്? കലാതിലക പട്ടം, കലാപ്രതിഭ പട്ടം സർക്കാർ എടുത്തു കളഞ്ഞത് ഇതിലെ മാത്സര്യബോധവും ഇതൊരു യുദ്ധഭൂമിയായി മാറി. പങ്കെടുക്കുന്ന കുട്ടികളും തമ്മിലുള്ള ഒരു ഗുസ്തി മത്സരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് സർക്കാർ ഇത് എടുത്തു കളയാൻ നിർബന്ധിതരായത്. ഇപ്പൊ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് അതും കൂടി എടുത്തു കളഞ്ഞു. അപ്പൊ കലാതിലകം, കലാപ്രതിഭ മാത്രമല്ല, പ്രൈസ്, ഒരു ഫസ്റ്റ് പ്രൈസ് ഒരു കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്തുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെ 100 പരാതികൾ, 500 പരാതികളാണ്. അതും എടുത്തു കളയാൻ സർക്കാർ നിർബന്ധിതരായത് ഈ ഒരു മാത്സര്യ ബോധവും ഒരു പക, ഈർഷ്യം. അപ്പൊ ഇത് കലാവേദി അല്ലാതെ ഒരു കലാപവേദിയായി മാറേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കലാപവേദിയായി മാറുന്ന സാഹചര്യം പലതവണ ഉണ്ടായി. ജഡ്ജസ് ആയിട്ട് സ്വന്തം ആൾക്കാർ വന്നിരിക്കുക, മാതാപിതാക്കൾ വരെ ജഡ്ജസ് ആയിട്ട് വന്നിരുന്ന സംഭവം. ഡോക്ടർ ഭവ്യലക്ഷ്മി, താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ശ്രീമതി പാർവതി, ഇപ്പോൾ മുൻ തിലകൻ തന്നെ പറയുകയാണ് അത്തരം പട്ടങ്ങളൊക്കെ ഒഴിവാക്കിയത് ഒരർത്ഥത്തിൽ നല്ലതാണ് എന്ന്. അതായത് ഇതൊരു കലാവേദിയല്ല, കലാപവേദിയായി മാറിയത് കൊണ്ട് ഇതൊക്കെ അനിവാര്യമായി മാറിയിരിക്കുന്നു എന്ന്. അങ്ങനെ കലാപവേദി ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടും കലാവേദി അതിൻ്റെ യഥാർത്ഥ തനിമയിൽ തന്നെയാണെന്ന് താങ്കൾക്ക് തോന്നുന്നോ? ഇത് കലയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഈ മത്സരം, ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു തർക്കവും കലാപഭൂമിയും. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നത് ഇനി എന്തെല്ലാം വിമർശനങ്ങളുണ്ടെങ്കിലും ഈ കലോത്സവത്തിൻ്റെ പേരിലാണ് പിന്നെയും കുഞ്ഞുങ്ങളെ കുറച്ച് കല പഠിപ്പിക്കാൻ സമ്മതിക്കുന്നത്. ഈ മത്സരവും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ പിന്നെ മാതാപിതാക്കൾ പിള്ളേരെ ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അല്ലാതെ വേറെ ഒന്നും പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം എന്തെങ്കിലും ആട്ടെ, ഒരു ശ്ലോകം പോയി പഠിക്കുക, അക്ഷരശ്ലോകത്തിന് പങ്കെടുക്കുക, അല്ലെങ്കിൽ പോയി നാടകം പഠിക്കുക, അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് 10ാം ക്ലാസ് വരെ എത്തിച്ചാൽ പിന്നെ അവരുടെ കല എന്ന് പറയുന്നത് പിന്നെ വട്ടപൂജ്യമാണ്, പിന്നെ തീർന്നു. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജോ കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് താല്പര്യമുള്ള പിള്ളേർ മടങ്ങുകയല്ലാതെ നമ്മുടെ നാട്ടിൽ കലയ്ക്ക് യാതൊരു വഴിയില്ല. പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ പിന്നെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചു തരുന്ന കടയിൽ പോയി സാധനം വാങ്ങിച്ചും ഷോപ്പിംഗ് മാളുകളിൽ കയറിയും അല്ലെങ്കിൽ കൺസ്യൂമർ ഫെയറുകളിൽ കയറി നടന്ന് അവസാനിക്കുകയാണ് മലയാളിയുടെ ജീവിതം. 10ാം ക്ലാസ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത് കല എന്താണെന്ന് മനസ്സിലാക്കുക, ആ സാധനം എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്യുന്ന അവരുടെ മൊമെൻറ്റുകളിൽ ഒരു സംഘം ചേർന്ന് ഒരു കല ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം അവർ ജീവിതത്തിൽ അനുഭവിച്ചു. അവരുടെ ജീവിതത്തിൽ കിട്ടുന്നൊരു മയിൽപ്പീലിത്തുണ്ട, അതും അവർക്ക് കളഞ്ഞു പോകാൻ ഇടയാവും ഈ ചർച്ചകളെന്ന് എനിക്ക് പേടിയാവുന്നത്. ഈ ചർച്ചകളൊക്കെ ഡോക്ടർ ജോർജ് ഓണക്കൂർ, അവരുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള, കുട്ടികളുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു മയിൽപ്പീലി തുണ്ടാണ്
ഈ കലോത്സവം എന്ന് പാർവതി ഈ ചർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഇത് കലാപഭൂമിയാണെങ്കിലും കലയുടെ ചെറിയ തിരി തെളിയുന്നുണ്ട് എന്നുള്ള ആശ്വാസം. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഒരുപക്ഷെ സാമൂഹികമായി ഉണ്ടായത് തന്നെയാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ നിരീക്ഷിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കപ്പെടുന്നില്ല. മാത്രമല്ല ആ രംഗത്ത് കുട്ടികളെ അയക്കുന്ന ആളുകൾ ഒരുതരം വിഡ്ഢികളാണ് എന്ന് ചിന്തിക്കുന്ന വിദഗ്ധന്മാരുടെയും അതുപോലുള്ള ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലാണ് മാതാപിതാക്കളുടെ ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ പാർവതി പറഞ്ഞതുപോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ലഭിക്കുന്നു, കുട്ടികൾക്ക് മുൻപോട്ട് വരാനുള്ളൊരു സന്ദർഭം ലഭിക്കുന്നു, മാതാപിതാക്കൾക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ ആ രംഗത്തേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും പഠനം മാത്രമല്ലല്ലോ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം മനോഹരമായ അന്തരീക്ഷത്തിലൂടെ കുട്ടി സഞ്ചരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ ഉറപ്പിച്ച് പറയാണ്, അവൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ സംഭാവന നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ നേരിട്ട് അതിൽ പങ്കെടുക്കാത്ത കുട്ടികളാണെന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കൂട്ടുകാർ ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കും അതിനോടുള്ളൊരു താല്പര്യം, അഭിനിവേശം വർദ്ധിപ്പിക്കുന്നതിന് കലോത്സവങ്ങൾ സഹായിക്കുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും പാർവതി പറഞ്ഞതിനോട് യോജിക്കുന്നു ഓണക്കൂർ സാർ. സിവിക് ചന്ദ്രൻ, ഈ എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടെങ്കിലും കലാപവേദിയാകുമ്പോഴും ഒരു മയിൽപ്പീലി തുണ്ടുപോലെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ് ഇത്തരം കലോത്സവങ്ങൾ എന്ന നിരീക്ഷണം ഒരുപക്ഷെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ നിന്നും ഈ കലോത്സവ വേദിയിലേക്ക് നോക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ സിവിക് ചന്ദ്രൻ? നിശ്ചയമായും മറ്റു പല തലത്തിലും കലയിലോ സാഹിത്യത്തിലോ താല്പര്യമെടുക്കാൻ ഇടയില്ലാത്ത ഏറെ പേർക്ക് പ്രാഥമികമായ കലാസാഹിത്യ ഒരു അഭിരുചി, അതിലൊരു താല്പര്യം ഉണ്ടാക്കുന്നതിന് ഈ കലോത്സവം സഹായിക്കുന്നുണ്ട്. നിശ്ചയമായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു വസ്തുനും കൊള്ളാത്ത ആൾക്കാരല്ല ഇപ്പോൾ ഭരതനാട്യത്തിന് വരുന്നതോ നാടകാഭിനയത്തിന് വരുന്നതോ അല്ലെങ്കിൽ മറ്റ് കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നതോ. വളരെ മിടുക്കന്മാരും മിടുക്കികളായ ആൾക്കാർ തന്നെയാണ് ഗ്രേസ് മാർക്ക് മോഹിച്ച് ഈ കലാപരിശീലനത്തിന് പോകുന്നതും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവാൻ ഇടയുള്ള ഈ കുട്ടികൾ അവർ വെറും പഠിപ്പിസ്റ്റുകളായിരുന്നെങ്കിൽ അവർക്ക് കലയിലോ സാഹിത്യത്തിലോ പ്രാഥമികമായി പരിചയം പോലും ഉണ്ടാകുമായിരുന്നില്ല. ഈ കലോത്സവത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവർ കുറേയൊക്കെ നൃത്ത ചുവടുകളുമായി പരിചയപ്പെടുന്നു, സംഗീതത്തിൻ്റെ ഈണങ്ങളുമായി പരിചയപ്പെടുന്നു, സാഹിത്യത്തിൻ്റെ ചില എഴുതുന്ന വിധവുമായി പരിചയപ്പെടുന്നു. ഈ ഒരു ഗുണം നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനെ പൊലിപ്പിക്കാനും ഇതിനെ ഒരു ഏഷ്യയിലെ ഒരു വലിയ മാമാങ്കമാക്കി മാറ്റാനും ഒരു ഗിന്നസ് ബുക്ക് അത്ഭുതമാക്കി മാറ്റാനുമുള്ള ഈ ശ്രമത്തെയാണ് നമ്മൾ ചെറുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കലോത്സവം വികേന്ദ്രീകരിക്കണമെന്നും ഗ്രേസ് മാർക്ക് എടുത്തു കളയണമെന്നും യഥാർത്ഥത്തിൽ ഈ കലാപ്രതിഭകളെ ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റിയിലൂടെ ഇപ്പോൾ കഥയ്ക്ക് സമ്മാനം കിട്ടുന്ന ആളെ നല്ല കഥാകാരനാക്കാൻ സഹായിക്കാൻ, അല്ലെങ്കിൽ നർത്തകിയായി സമ്മാനം കിട്ടുന്ന ഒരാളെ ഭാവിയിൽ ഒരു ചിലരെയെങ്കിലും നർത്തകികളായി മാറ്റാൻ ആ തരത്തിൽ പിന്തുടരാൻ നമുക്ക് കഴിയും. താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതായത് ഈ ഗ്രേസ് മാർക്ക് എടുത്തു കളയുക. ഞാൻ PM മുഹമ്മദ് ഹനീഷിനോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. ഒരു മയിൽപ്പീലി തുണ്ടുപോലെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ ഈ കലോത്സവത്തിന് സാധിക്കുമെങ്കിലും അതിൻ്റെ മത്സരത്തിൻ്റെ ഘട്ടം ആയിട്ടുള്ള ഗ്രേസ് മാർക്ക് എടുത്തു കളഞ്ഞ് ഇതിനെ കുറച്ചുകൂടി ആരോഗ്യകരമായി മാറ്റുന്ന ഒരു സാഹചര്യം അതുണ്ടാകണമെന്നാണ് സിവിക് ചന്ദ്രൻ പറയുന്നത്. അങ്ങനെയൊരു കാഴ്ചപ്പാടിലേക്ക്, അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഈ കലോത്സവത്തെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ ശ്രീ മുഹമ്മദ് ഹനീഷ്? അല്ല, അവിടെ ഒരു കാര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ അവരിവിടെ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. കലയുമായ ഒരു മുഖാമുഖം പുതിയതായിട്ടുള്ള കേരളത്തിന്, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും കലയെയും സംബന്ധിച്ച് മനസ്സിലാക്കാവുന്ന ഒരു പരിശീലന കളരിയാവുന്നു. അതിനുശേഷം അങ്ങനെ മത്സരത്തിൽ സമ്മാനങ്ങളൊക്കെ നേടുമ്പോൾ അതോടൊപ്പം തന്നെ അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള പരിശ്രമങ്ങളും മാത്രമായിട്ട് കലാമത്സരങ്ങളും കലാപരിപാടികളും അധപതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശുദ്ധമായ കലയും കലയെ സ്നേഹിക്കുന്ന കുട്ടികളെയും കലയെ ഉപാസിക്കുന്ന കുട്ടികളെയും വളർത്തിയെടുക്കുക എന്നാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വാസ്തവത്തിൽ ആലോചിക്കാവുന്നതാണ് ഘട്ടം ഘട്ടമായി ഈ ഗ്രേസ് മാർക്കിൻ്റെ പ്രാധാന്യം കുറയ്ക്കുവാൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ
കലാമത്സരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം കൊണ്ട് സ്വാഭാവികമായിട്ട് പഠനത്തിൻ്റെ സമയം അല്പം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത്തരത്തിൽ നഷ്ടപ്പെടുന്ന സമയത്തിന് പകരമായിട്ടാണ് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഗ്രേസ് മാർക്ക് നൽകിയത്. പക്ഷേ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകാൻ തുടങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കേണ്ടതാണ്. റിയാലിറ്റി ഷോയുടെ കാലത്ത് കലോത്സവത്തിന് എന്ത് പ്രസക്തി? ശ്രീമതി പാർവതി, റിയാലിറ്റി ഷോയിൽ വിധികർത്താവായിട്ടുള്ളയാളാണ് താങ്കൾ. സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ കാലത്ത്, അതിൻ്റെ ആരംഭകാലത്തും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒന്നും തന്നെ മറ്റ് വേദികൾ കുട്ടികൾക്ക് കിട്ടാതിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഈ സമീപകാലം കഴിഞ്ഞ 5 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തെ ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേദികൾ, അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടുകയാണ്. കുട്ടികൾ സ്കൂളുകളിൽക്കാൾ ഉപരി ചാനൽ ഓഫീസുകളിൽ കഴിയുന്ന റിയാലിറ്റി ഷോകളുടെ വേദികളിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പമാണ് കലോത്സവവും നടക്കുന്നത്. ഈ റിയാലിറ്റി ഷോയുടെ കാലത്ത് നമ്മുടെ കലോത്സവത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ, അല്ലെങ്കിൽ അതോ പ്രസക്തി വർദ്ധിക്കുകയാണോ? റിയാലിറ്റി ഷോയുടെ കാലത്ത് കലോത്സവത്തിൻ്റെ പ്രസക്തി 100 വട്ടം വർദ്ധിക്കുകയാണ്. ഈ ബിച്ചുമേരൊക്കെ എന്ന് പറഞ്ഞ ഈ കത്രീന കൈഫിൻ്റെ ഡാൻസും കോപ്രായവും 4 വയസ്സുള്ള കൊച്ചിനെ 5 വയസ്സിൽ കൊടുത്ത് അത്ര പുഷ് പോരാ, പഞ്ച് പോരാ എന്ന് പറഞ്ഞ് പിള്ളേരെ കൊണ്ടുപോയി കോപ്രായം കാണിക്കുന്ന തരത്തിൽ കലയെ അധപ്പതിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം പരസ്യക്കാരുള്ള ഒരു പരിപാടിയാണ് ഈ റിയാലിറ്റി ഷോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കുക്കിങ്ങിൻ്റെ റിയാലിറ്റി ഷോ ഉണ്ട്, പലതിൻ്റെ ഉണ്ട്. ഞാൻ ഈ പോപ്പുലറായിട്ടുള്ള റിയാലിറ്റി ഷോസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒരുപാട് സംഗീതജ്ഞരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് നിലനിൽക്കെ തന്നെ. അതല്ല കലോത്സവം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് തരത്തിൽ, ഇപ്പോൾ സിവിക് ചന്ദ്രൻ പറഞ്ഞതുപോലെ കഥകളിപ്പദമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചാക്യാർകൂത്തുണ്ട്, ഒരു പാടകമുണ്ട്, ഒരുപാട് തരത്തിൽ ഓട്ടംതുള്ളലുണ്ട്, പിന്നെ ഒരുപാട് തരത്തിലുള്ള നമ്മളുടെ തനതായി ആരും അറിയാതെ നശിച്ചും പോകുന്ന നൃത്ത ഇനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നാടൻ കലാരൂപങ്ങൾ, ഇവരുടെ എല്ലാം അധ്യാപകർ അവരുടെ എല്ലാം വീട്ടിൽ കഞ്ഞി പുകയാനും എല്ലാം ഇത് കാരണമാകുന്നുണ്ട്. അവർക്ക് ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഈ തരത്തിലുള്ള കല പഠിപ്പിക്കാനുള്ള ആശാമാർക്കൊക്കെ കാശ് കിട്ടുന്നത്. ഓട്ടംതുള്ളിലേക്ക് നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ എത്രയോ തിരികെ വരാം. നർത്തകി ഡോക്ടർ നീന പ്രസാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഡോക്ടർ നീന പ്രസാദ്, ഈ റിയാലിറ്റി ഷോകളുടെ കാലത്ത് സ്കൂൾ കലോത്സവത്തിന് എന്താണ് പ്രസക്തി? ഹലോ, ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടോ? റിയാലിറ്റി ഷോകളുടെ കാലത്ത് നമ്മുടെ സ്കൂൾ കലോത്സവത്തിന് എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം വന്നാൽ എന്ന ചോദ്യത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്കൂൾ കലോത്സവം എന്നുള്ളത് എക്കാലത്തും പ്രസക്തിയുള്ള ഒന്നാണ്. കാരണം അവിടെ ഈ ചാനലിൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ സ്കൂൾ എക്സെട്രൽ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സ്കൂളിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ വരുന്നു, പിന്നെ അത് ജില്ലാതലത്തിൽ പോകുന്നു. അങ്ങനെ ഓരോ ഇടത്തുമുള്ള ധാരാളം കുട്ടികൾ ഒരുമിച്ച് കണ്ട് അവരിൽ നിന്ന് നല്ല അർഹരായിട്ടുള്ളവരെയാണ് നമ്മൾ. ഡോക്ടർ നീന പ്രസാദ്, താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇന്നത്തെ പല കുട്ടികളുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു റിയാലിറ്റി ഷോ. അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മുടെ പഴയ സ്കൂൾ കലോത്സവം ആ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ സ്കൂൾ കലോത്സവം തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി ഷോയുടെ അതിപ്രസരം അതിൽ കടന്നു വരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. റിയാലിറ്റി ഷോയേക്കാൾ മെച്ചമാണോ സ്കൂൾ കലോത്സവം എന്നാണോ ചോദ്യത്തിന്റെ അർത്ഥം? സ്കൂൾ കലോത്സവത്തിൽ റിയാലിറ്റി ഷോയുടെ സ്വാധീനത ഉണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? റിയാലിറ്റി ഷോയുടെ അതെ കടമകയറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സ്കൂൾ കലോത്സവത്തിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം സ്കൂൾ ടെലിഫോൺ ലൈനിൽ തരാറുണ്ട്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, താങ്കൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റിയാലിറ്റി ഷോയുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ സ്വാഭാവികമായും കലകളിലേക്ക് കുട്ടികൾ ഇതിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ഇനങ്ങളിലേക്കും ഡോക്ടർ നീന പ്രസാദ് പറഞ്ഞതുപോലെ അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നു. എങ്ങനെ ഇതിനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേർതിരിച്ച് നിർത്താൻ കഴിയും? ഇതെന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ ശക്തമായിട്ടുള്ള സ്വാധീനതയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കലയും സാഹിത്യവും എല്ലാം ഉൾപ്പെടെ മാധ്യമങ്ങൾ വലിയ അളവിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അതിൻ്റെ സ്വാധീനത കുറേയൊക്കെ അനുഭവപ്പെടുന്നു നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയും ഒരിക്കലും സ്കൂൾ കലോത്സവത്തിന് പകരമാകുന്നില്ല
നമ്മുടെ റിയാലിറ്റി ഷോസ്. കാരണം അതൊരു മുതലാളിത്ത സംസ്കാരത്തിൻ്റെ സൃഷ്ടിയായിട്ടാണ് ഈ റിയാലിറ്റി ഷോസിനെ അധികവും ഞാൻ കാണുന്നത്. മറിച്ച് ഇവിടെ നീന പറഞ്ഞതുപോലെ കലോത്സവത്തിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്കൂള് തൊട്ട് സബ് ജില്ല തൊട്ട് വിദ്യാഭ്യാസ ജില്ല തൊട്ട് റവന്യൂ ജില്ല തൊട്ട് നടക്കുന്ന മത്സരങ്ങളിലൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്ന കലാകാരന്മാരാണ് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഉപനഗരങ്ങളിൽ നിന്ന് ഒക്കെ വളർന്ന് എത്തുന്ന പല പടവുകൾ കടന്നു കയറി വരുന്ന ഒട്ടേറെ കലാകാരന്മാർ നമ്മളവിടെ കാണുകയാണ്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ സിവിക് ചന്ദ്രൻ, ഈ റിയാലിറ്റി ഷോ മറ്റൊരു റിയാലിറ്റി ഷോയായി സ്കൂൾ കലോത്സവം മാറുന്നു എന്നൊരു വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഫലത്തിൽ യുവജനോത്സവങ്ങൾ പങ്കെടുക്കുന്നവർക്ക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നവരുടെ അത്ര പോലും അവസരങ്ങൾ ലഭിക്കുന്നില്ല. ഒരുപക്ഷെ അവർക്ക് അവസരങ്ങൾ ആവശ്യമില്ലാത്തതാവാം. കാരണം ഗ്രേസ് മാർക്കിന് വേണ്ടിയാണ് ഒരു പ്രത്യേക രാഗം പഠിക്കുന്നത്, പ്രത്യേക ഒരു താളം പഠിക്കുന്നത്, പ്രത്യേക ഒരു ഭരതനാട്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും കലാരൂപത്തിൽ ഒരു ഇൻസ്റ്റൻറ്റ് സാധനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ചില ഒരു ഷോർട്ട് ടൈം കോഴ്സാണ് അതിലുണ്ടാകുന്നത്. കാശ് മുടക്കിയാൽ, ഒരു നല്ല അധ്യാപകനെ കിട്ടിയാൽ, നല്ല ജഡ്ജ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന ജഡ്ജസിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ഒരു സമ്മാനം കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമ്മാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അവർ ഏക് ദിൻ ക സുൽത്താൻമാരോ ഏക് ദിൻ ക റാണിമാരോ ആവുന്നു. അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നു. അവർ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ ആ കലാരൂപത്തെ, അത് നൃത്തമായാലും നാടകമായാലും അല്ലെങ്കിൽ മറ്റ് ഏത് രൂപമായാലും അവർക്ക് തന്നെ പിന്തുടരേണ്ട ആവശ്യമില്ല. പക്ഷേ റിയാലിറ്റി ഷോയിൽ അങ്ങനെയല്ല. റിയാലിറ്റി ഷോയിലെ ആൾക്കാർ അതിൽ പലരും പകുതി പേരെങ്കിലും അവരെന്തിലാണോ മത്സരിച്ചത് അതിനെ പിന്തുടരുന്നുണ്ട്. അതൊരു പാഷനായി കൊണ്ടു നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്കൊരു ജീവിതമാർഗമായിട്ട് പോലും അതിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്, സ്റ്റേജ് ഷോകളും മറ്റൊക്കെ ആയിട്ട്. ഞാൻ കരുതുന്നത് ഇപ്പോൾ ചില പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്ന സാഹിത്യ മത്സരങ്ങളിൽ ആയവർ പിന്നീട് ഭാവിയിൽ കഥാകാരന്മാരും കവികളുമാകുന്നത് പോലെ ഈ യുവജനോത്സവത്തിൽ നിന്ന് കവികളോ കഥാകാരന്മാരാവുന്നവരിൽ ഒറ്റയാൾ പോലും പിന്നീട് കഥ എഴുതുകയോ കവിത എഴുതുകയോ കഥാകൃത്ത് കവിയാവുകയോ ചെയ്യുന്നില്ല. ഇത് മിക്കവാറും നൃത്തത്തെ സംബന്ധിച്ചും അഭിനയത്തെ സംബന്ധിച്ചും ഇത് ശരിയാണ്. ആ തരത്തിൽ റിയാലിറ്റി ഷോകൾ അവശേഷിപ്പിക്കുന്നത് എന്ത്? ഈ സംസ്ഥാന കലോത്സവം അവശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ഞാൻ ചാനൽ ഷോകളുടെ ഇമ്പാക്റ്റിലാണ് വിശ്വസിക്കുന്നത്. മിക്കവാറും താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് ഹനീഷ്, താങ്കൾ കലോത്സവത്തിന് ചുക്കാൻ പിടിച്ച കാലം തീർച്ചയായും റിയാലിറ്റി ഷോയുടെ അതിപ്രസരമുള്ള കാലമായിരുന്നു. റിയാലിറ്റി ഷോ ഏതെങ്കിലും തരത്തിൽ ആ കലോത്സവത്തെ ബാധിച്ചു, സ്വാധീനിച്ചു എന്ന് താങ്കൾക്ക് തോന്നിയോ? എനിക്ക് വാസ്തവത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ ചുരുക്കം ചില വിദ്യാർത്ഥിനികളെ പറ്റി അവർ സിനിമാ താരങ്ങളാണ്, റിയാലിറ്റി ഷോകളിലെ താരങ്ങളാണ് എന്ന നിലയിലുള്ള ഒരു പരിചയപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ അത് അല്പസ്വല്പം ഏറ്റുപിടിച്ചു എന്നത് ശരിയാണ്. എന്നാൽ തന്നെ ഏറ്റവും വലിയ താരങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ തിളങ്ങി നിന്നത് ഗ്രാമീണ കേരളത്തിൽ നിന്ന് വന്ന, ആരും താങ്ങാനും ആരും തന്നെ തണൽ കൊടുക്കാനും ഇല്ലാത്ത അങ്ങേയറ്റ കലയുടെ പ്രതിഭ കൊണ്ട് മാത്രം എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു പ്രതിഭാസം എന്ന നിലയിൽ കലോത്സവങ്ങളെ അധികമൊന്നും ബാധിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ പക്ഷം. എന്ന് മാത്രമല്ല, റിയാലിറ്റി ഷോകളെ പൂർണ്ണമായിട്ട് മറ്റൊരു തലത്തിൽ കാണുവാനും കലോത്സവത്തിലെ പ്രകടനങ്ങളെയും കലോത്സവത്തിലെ കുട്ടികളുടെ ഏറ്റവും പ്രാഗൽഭ്യമേറിയ പ്രകടനങ്ങളെ ഏറ്റവും ഉന്നതമായ തലത്തിൽ കാണുവാനും കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതായത് രണ്ടിനും രണ്ടായി തന്നെ കാണണം എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. ഡോക്ടർ ഭാവ്യലക്ഷ്മി, റിയാലിറ്റി ഷോയുടെ കാലത്തല്ല താങ്കൾ കലാ തിലകമായത്. ഇപ്പോൾ ഈ റിയാലിറ്റി ഷോയുടെ കാലത്തെ കലോത്സവത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ കലാതിലകമായ സമയത്ത് ഒരിക്കലും പത്രം വേറൊരു മാധ്യമങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്രയും ചാനൽസും ഒന്നുമില്ല, അതൊരു ദൂരദർശൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളിൽ കൂടിയും ഇതിൽ കൂടിയൊക്കെ നമുക്ക് ഒരുപാട് പ്രശസ്തി നമുക്ക് കലാതിലക പട്ടം നേടി തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ
ചെലവാക്കാൻ കാശുള്ള ഒരു ലക്ഷമോ 2 ലക്ഷമോ ചെലവാക്കാൻ നിർബന്ധിതരാവുകയാണ്. എത്ര പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായാലും റിയാലിറ്റി ഷോ പങ്കെടുക്കണമെങ്കിൽ ഒരു മിനിമം 2 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ അതില് പങ്കെടുക്കാൻ വേണ്ടി കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാതെയും കുട്ടിക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കുകയാണ്. അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ട് ഈ സ്കൂൾ കലോത്സവങ്ങളിൽ വരുന്നില്ല. സ്കൂളിൽ തന്നെ അവർക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ട് ക്ലാസ്സിൽ പോയിക്കൊണ്ട് തന്നെ അവർക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു റിയാലിറ്റി ഷോ അങ്ങനെയല്ല. റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി ഇക്കാലത്ത് ഞാൻ എത്രയോ കുട്ടികളും മാതാപിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 1 കൊല്ലം 2 കൊല്ലം. ഡോക്ടർ ഭവ്യലക്ഷ്മി, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഞാൻ ഈ റിയാലിറ്റി ഷോയിലേക്ക് പോയതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. സ്കൂൾ കലോത്സവം നമുക്ക് മറ്റെന്തെല്ലാം വേദികളുണ്ട് എങ്കിൽ തന്നെയും സ്കൂൾ കലോത്സവത്തിന് അതിൻ്റേതായ ഒരു വിശുദ്ധി ഇപ്പോഴും നമ്മളെല്ലാവരും കൽപ്പിക്കുന്നു. അപ്പോഴാണ് ഈ പോരായ്മകളില്ലാത്ത അതിൻ്റെ തനിമയോടുകൂടി കലോത്സവം നടത്തേണ്ടതിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അതുതന്നെയല്ലേ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന മാനദണ്ഡമാകേണ്ടത്, അതിൻ്റെ തനിമ? അല്ല, അക്കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അല്ലെങ്കിൽ അവിശുദ്ധമായ യാതൊന്നും സംഭവിക്കാത്ത വിധത്തിൽ ശുദ്ധമായ അടിസ്ഥാനത്തിൽ തന്നെ നടത്തണമെന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിയാലിറ്റി ഷോ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് നൃത്തത്തിലോ അല്ലെങ്കിൽ സംഗീതത്തിലോ മാത്രമാണ്. എത്ര പ്രാക്തനമായ കലകളെ നമ്മുടെ കലോത്സവ വേദികൾ അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവ വേദികളിലൂടെ പരിരക്ഷിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, വ്യാപകമാക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ കുട്ടികൾ നമ്മുടെ ക്ലാസിക് കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു, നമ്മുടെ നാടൻ കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. ഇതൊക്കെ ഒരു വലിയ അനുഭവ സമ്പത്തായിട്ട് സൂക്ഷിക്കുവാൻ നമ്മുടെ കലോത്സവങ്ങളാണ് സഹായിക്കുന്നത്. അവിടേക്കൊന്നും റിയാലിറ്റി ഷോയുടെ കണ്ണുകൾ വന്നുപെടുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ശ്രീ മുഹമ്മദ് ഹനീഷ്, ഓണക്കൂർ സാർ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ പ്രസക്തമായ കാര്യമാണ്. റിയാലിറ്റി ഷോയ്ക്ക് ഒന്നും നൽകാൻ കഴിയാത്ത ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനിമ ഈ കലോത്സവത്തിന് ഉണ്ട്. സ്വാഭാവികമായും കലോത്സവം അതിൻ്റെ ജനം പ്രതീക്ഷിക്കുന്ന തനിമയിൽ തന്നെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്നാണ് അടിവരയിട്ട് പറയുന്നത്. തീർച്ചയായും വാസ്തവത്തിൽ ഒരു ഉജ്ജ്വലമായ സാംസ്കാരിക അനുഭവം ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ശ്രോതാക്കളായി എത്തുന്ന, കാണികളായി എത്തുന്ന കുട്ടികൾക്കും ഈ ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഈ കലോത്സവത്തെ വീക്ഷിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അതിനപ്പുറത്തൊരു വലിയ ജനസഞ്ചയത്തിനും കേരളത്തെക്കുറിച്ച്, മലയാണ്മയെക്കുറിച്ച്, നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം പകർന്നു നൽകാൻ, ബോധവൽക്കരണം നൽകുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കലോത്സവങ്ങൾ നിർവഹിക്കുന്നുണ്ട്. 1000 വർണ്ണചിത്രങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ സംസ്കാരത്തെ പറ്റി പറയുന്നതിനപ്പുറമുള്ള ഒരു വലിയൊരു കാഴ്ചയാണ് 7 ദിവസം കൊണ്ട് ഈ കലോത്സവം പ്രദാനം ചെയ്യുന്നത്. അതുതന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നിക്ഷേപം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ ജോർജ് ഓണക്കൂർ, വളരെ ലളിതമായി ചോദിച്ചാൽ കലോത്സവത്തിൽ കല എത്ര, കലാപം എത്ര, നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയുമോ? കല തീർച്ചയായിട്ടും ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നാണ് എൻ്റെ വളരെ നിസ്സന്ദേഹമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. കലാപം സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ആർത്തി പെരുത്ത സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കിട്ടണം എല്ലാം എന്ന് വാശി പിടിക്കുന്ന ആളുകളും അങ്ങനെയുള്ള മുതിർന്നവരും നയിക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ കുറച്ച് കലാപം ഉണ്ടാവും, കുറച്ച് ആർത്തി ഉണ്ടാവും, സംഘർഷം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിനെ അതിജീവിക്കുക. ശ്രീമതി പാർവതി, താങ്കൾ മനഃശാസ്ത്രം പഠിച്ച ആളുകൂടിയാണല്ലോ. കുട്ടികൾ മാത്രമല്ല, രക്ഷകർത്താക്കൾ കൂടി ഈ ആർത്തിയുടെ ഫലമായി വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിൽ ചെന്ന് ചാടുകയാണ്. കുട്ടികളല്ല, രക്ഷകർത്താക്കളും ഈ പഠിപ്പിക്കുന്ന അധ്യാപകരും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ തമ്മിലുള്ള മത്സരമാണ്. അതിന് കൂടെ രക്ഷകർത്താക്കളെ പറഞ്ഞ് കുട്ടിക്കാണ് കിട്ടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് അതിനെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നതിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ കലോത്സവത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുകയാണ്. ഏത് മത്സരത്തിലും ആൾക്കാർ പരസ്പരം യുദ്ധം ചെയ്ത് നമുക്ക് കിട്ടാനുള്ള അവകാശമാണ് അത് പിടിച്ചു വാങ്ങുക. ആരും വിമർശനം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഒരു സൊസൈറ്റിയിലും കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ശ്രീ മുഹമ്മദ് ഹനീഷ്, ഓണക്കൂർ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആർത്തി അവസാനം കലാപമായി മാറുന്നു. എനിക്ക് ജയിക്കണം, എനിക്ക് കിട്ടണം എന്നുള്ള ബോധം അല്ലെങ്കിൽ ബോധ്യം, അതിൻ്റെ പിടിവിടാത്ത ആ അവസ്ഥ, ഇത് ആത്യന്തികമായി ചെന്ന് എത്തിക്കുന്നത് വിധികർത്താക്കളെ സ്വാധീനിക്കുന്ന തലത്തിലാണ്. ഇപ്പോൾ ഈ കലോത്സവത്തിൽ നമ്മുടെ കലോത്സവ വിധികർത്താക്കൾ വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ്. എങ്ങനെയുണ്ട് സാഹചര്യം?
അല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ കലാപ്രകടനങ്ങൾ ഏറ്റവും മികച്ചതായിരിക്കണമെന്ന്, മറ്റുള്ളവരെക്കാളും മെച്ചമായിരിക്കണമെന്ന തരത്തിലുള്ള ഒരു സ്പോർട്സ്മാൻഷിപ്പ് സ്പിരിറ്റ് അല്ലാത്ത തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അനാരോഗ്യകരമായിട്ടുള്ള പ്രവണത എപ്പോഴും കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും സമ്മാനം കരസ്ഥമാക്കാൻ വേണ്ടി ഏത് വഴിയും തേടാം എന്ന വ്യക്തമായിട്ടുള്ളൊരു ആപ്തവാക്യം സ്വീകരിക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല വിധികർത്താക്കളാണെങ്കിൽ പോലും അവരെപ്പറ്റി അനാവശ്യമായിട്ടുള്ള അപവാദ പ്രചരണം നടത്തുക, അതുകൂടാതെ എല്ലാ അർത്ഥത്തിലുമുള്ള തെറ്റായ പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുക എന്നത് നടത്തുവാൻ ചില ഏജന്റുമാർ ഇറങ്ങി പുറപ്പെടുന്നു. അതിന് വശംവദരായിക്കൊണ്ട് ചില മാതാപിതാക്കൾ പലരും വിധികർത്താക്കളായി എത്താൻ മടിച്ചു എന്നതാണ് റിപ്പോർട്ട്. അല്ല, ഈ കലോത്സവത്തിന് വിധികർത്താക്കളായി എത്താൻ മടി പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷെ അവിടെയൊക്കെ പറയേണ്ട ഒരു കാര്യം, നമ്മളതൊരു നല്ല ഭരണപരമായിട്ടുള്ള ഒരു കഴിവും പ്രാപ്തിയും കാണിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു സെറ്റ് ഓഫ് ജഡ്ജസിനെ കൊണ്ടുവരിക എന്നതാണ്. എനിക്കൊരു കാര്യം ഉറപ്പു പറയാൻ സാധിക്കും. ഞാൻ കലോത്സവത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ആ സുവർണ ജൂബിലി കലോത്സവം അടക്കമുള്ള കലോത്സവങ്ങളിൽ നൃത്ത സംഗീത ഇനങ്ങളിൽ 90% ഇനങ്ങളിലും പ്രശ്നങ്ങളോ വിവാദമോ ഇല്ലാതെ കടന്നുപോയെന്ന് അന്നത്തെ കാലത്തെ പത്രത്താളുകളിലൂടെ കണ്ണോടിച്ചാൽ സാധിക്കും. തീർച്ചയായും ഞാൻ ഓർക്കുന്നുണ്ട്. ശ്രീ സിവിക് ചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ സിവിക് ചന്ദ്രൻ, നമ്മുടെ കലോത്സവത്തിലെ വിധികർത്താക്കൾ വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഹലോ, ജഡ്ജിമാരുടെ വിശ്വാസ്യത ഇത്രയധികം ചോദ്യം ചെയ്യപ്പെട്ട വേറൊരു കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ജൂറിമാരുള്ളത്. മാത്രമല്ല, ഈ കലോത്സവത്തിൽ ഓഡിയൻസിൻ്റെ ജൂറി കൂടിയുണ്ട്. ഓഡിയൻസിൻ്റെ ഇടയിലെ ഗാലപ്പോളുണ്ട്. പ്രേക്ഷക പക്ഷത്ത് നിന്ന് ഓരോ പെർഫോമൻസിനെയും വിലയിരുത്താവുന്ന ഒരു ഡെയിലി ബുള്ളറ്റിനുണ്ട്. ഇത് കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൂന്നാം കണ്ണ് തുറക്കപ്പെടുന്നത്. നിശ്ചയമായും ജഡ്ജസ് ഇത്തവണ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ നിരീക്ഷണം മാത്രമല്ല, വിജിലൻസിൻ്റെ നിരീക്ഷണം മാത്രമല്ല, പ്രേക്ഷകരുടെ ഒരു മൂന്നാം കണ്ണ് കൂടിയുണ്ട് എന്നത് ജഡ്ജസിനെ ഇത്തവണ വിശ്വാസ്യതയുള്ളവരാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കലോത്സവം ഒരു പുതിയ സാംസ്കാരിക ജീവിതത്തിന് വഴി തുറക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജോർജ് ഓണക്കൂർ, ശ്രീ മുഹമ്മദ് ഹനീഷ്, ശ്രീ സിവിക് ചന്ദ്രൻ, ശ്രീമതി പാർവതി, ഡോക്ടർ ഭാവ്യലക്ഷ്മി, എല്ലാവർക്കും നന്ദി.